ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം. എൻ്റെ പേര് ആബി. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാനഡയിലാണ്. 6 വർഷമായി ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഈ കുറേ കാലമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇങ്ങനെ അധികം പെർഫെക്റ്റ് മോം, പെർഫെക്റ്റ് എവറിത്തിങ് കണ്ട് ഗിൽട്ട് കയറി എൻ്റെ മൊത്തം പോസ്റ്റ് പാർട്ടത്തിലും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ മാത്രം ഇങ്ങനെ ഇതുപോലെ ആലോചിച്ച ആൾക്കാരാണോ നിങ്ങളും? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രഷ് ബ്രെത്തിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. റിയൽ ലൈഫാണ് റിയാലിറ്റി എന്നൊക്കെ കുറേ പേർ പറയുമെങ്കിലും എനിക്കത്ര അങ്ങോട്ട് റിലേറ്റബിളായിട്ട് തോന്നിയിട്ടില്ല പല കണ്ടൻറ്റും. അപ്പോൾ എനിക്ക് തോന്നി എന്നെ പോലെ കുറേ ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവുമല്ലോ, ഇത് എൻ്റെ ലൈഫിന് മാച്ച് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ എൻ്റെ മേലാണ് തെറ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതൊന്നും അല്ല കേട്ടോ. നമ്മളെല്ലാവരും സ്ട്രഗിൾസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റിലൊന്നും പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാറില്ല. എല്ലാം ഹാപ്പി ഗോ ടു മൊമെൻറ്റ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്താ നമ്മൾ ചെയ്യുന്ന, എങ്ങനെയൊക്കെ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാം, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാരും പ്രത്യേകിച്ച് അങ്ങനെ മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ ഇവിടെ അവതാരം എടുത്തിരിക്കുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. സോ എനിക്കൊരു 2.5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട്. എൻ്റെ മോള് സ്കൂളിൽ പോകാറുണ്ട്, സ്കൂളിൽ അയച്ചതിന് ശേഷമുള്ള ആക്ടിവിറ്റീസാണ് ഇതൊക്കെ. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും സെപ്പറേറ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഹസ്ബൻഡിന് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഷുഗറും കാര്യങ്ങളൊക്കെ കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി ഒരു 90% കീറ്റോ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബ്രെഡ് സാൻഡ്വിച്ചും എഗ് വൈറ്റ്സ് ഓംലെറ്റ്സും കുറച്ച് ബേബി കോൺ പൊരിച്ചതുണ്ടായിരുന്നു നേരത്തെ കാണിച്ചത്, അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പഠിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലായതുകൊണ്ട് വീട്ടിൽ മാത്രമേ മലയാളം സംസാരിക്കുള്ളായിരുന്നുള്ളൂ. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അടുത്ത് അധികവും ഞങ്ങൾ കൺവേഴ്സ് ചെയ്യുമ്പോൾ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും മാക്സിമം പറയാറുണ്ടാവുക. സോ ഇപ്പോൾ മലയാളം പറയുന്ന കേട്ടാൽ എൻ്റെ അമ്മയൊക്കെ തല ചുറ്റി ഇവിടെ എറിഞ്ഞു വീഴും. അപ്പോൾ ഇത് എനിക്ക് വശമുള്ളതല്ല. സോ ഞാൻ ചില തെറ്റുകൾ പറ്റും, എൻ്റെ മലയാളത്തിൽ ചില തെറ്റുകൾ ഉണ്ടാവും. സോ ക്ഷമിക്കണം, എന്നെ ആരും അടിക്കാൻ വരരുത്. ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്നിടത്തോളം നല്ലോണം കൺവേഴ്സ് ചെയ്യാൻ നോക്കാം. പൊതുവേ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ദാറ്റ് ഔട്ട് ഓഫ് കൺട്രി ആണെങ്കിൽ, അതായത് ഇന്ത്യ വിട്ട് പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ, എന്താ സുഖജീവിതമല്ലേ, നിങ്ങളൊക്കെ ഫോറിൻ കൺട്രിയിലല്ലേ, എന്താ രസം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ റിയാലിറ്റി അതല്ല കേട്ടോ. റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാടെന്ന് പറയുമ്പോൾ നമുക്ക് അധികം സമയമുള്ളതുപോലെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾക്ക് രാവിലെ എണീറ്റ തൊട്ട് രാത്രി വരെ ഓട്ടം ഓട്ടമായിരിക്കും. വൈകുന്നേരം ഒന്ന് ഇരിക്കാനോ ഒരു 5 മിനിറ്റ് ഒന്ന് ശ്വസിക്കാനോ ഉള്ള സമയമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛനമ്മയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ സമയം എന്തോന്നറിയില്ല, പെട്ടെന്ന് പോകുന്ന പോലെ. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ഇരുട്ടുന്ന പോലെ. ഇവിടെ വിൻ്ററായ അധികം ഒരു 5 മണിക്കെല്ലാം നല്ല ഇരുട്ടിപ്പോവും. അപ്പോൾ ഇരുട്ടിപ്പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ബോഡി ഒന്ന് വൈൻഡ് ഡൗൺ ആവും. നമുക്കൊന്ന് ഈവനിങ് ആക്ടിവിറ്റീസിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും. ഡിന്നർ ഉണ്ടാക്കലും കുട്ടിക്ക് ഡിന്നർ കൊടുക്കലും നമുക്ക് കഴിക്കലും പിന്നെ പെട്ടെന്നങ്ങ് ഉറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലായിരിക്കും നമ്മൾ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നാട്ടിലായിരുന്നപ്പോൾ അധികം സമയമുള്ളതുപോലെ ഉണ്ടായിരുന്നു. 5 മണി എന്നൊക്കെ പറയുമ്പോൾ ഇനിയും കിടക്കില്ല സമയം, എന്തൊക്കെ ചെയ്യാം നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. രാവിലെ 6 മണിക്ക് എണീറ്റത് ഇപ്പം മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടീനെ പറഞ്ഞയച്ച് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ ഓടണം അടുത്ത നമ്മളെ ജോലിക്ക് കയറാൻ. പിന്നെ ജോലി കഴിയുമ്പോൾ അടുത്ത സെക്കൻഡ് ഷിഫ്റ്റ് നമുക്ക് തുടങ്ങും വീട്ടിൽ. നൈറ്റത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാനും പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ, നമുക്ക് കഴിക്കാനും ഉറക്കാനും ഒക്കെ. അവർക്ക് ഒരു ചിട്ടയായിട്ടുള്ള സമയത്ത് നമുക്ക് ഉറക്കേണ്ടി വരും. 7:30 എൻ്റെ കുഞ്ഞ് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൾക്ക് രാവിലെ 6:30 പോലെയൊക്കെ എണീറ്റ് 7:30 അവളെ സ്കൂളിൽ കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻഡ് ഡ്രോപ്പ് ഓഫ് ചെയ്യും. സോ ഈ റൊട്ടീന് നമ്മൾ തെറ്റിച്ചാൽ പലതും നമുക്ക് തെറ്റിപ്പോവും. സോ ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര നമ്മളും കുട്ടികളെ വളർത്തിയിട്ടുള്ളതൊക്കെ തന്നെ, നിങ്ങളെന്താ പുതിയതായിട്ട് വളർത്താൻ പോകുന്നത്, ഇത്രയൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്.
പക്ഷേ ഇതല്ല കേട്ടോ സത്യാവസ്ഥയിൽ നമ്മൾ ആലോചിക്കുന്നത്. ആ കൊച്ചിനൊരു മെൻറ്റൽ പീസ് ഉണ്ടാവണമല്ലോ, നമ്മളെപ്പോലെ അതൊരു ഹ്യൂമൻ ബീങ് ആണ്. സോ അവൾ രാവിലെ എണീക്കുമ്പോൾ ഹാപ്പി ആയിട്ട് എണീക്കണം. ഫുൾ 10 to 11 hours സ്ലീപ്പ് എന്തായാലും വേണം ഫോർ ദെയർ ബെറ്റർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. ഓൾസോ അവരുടെ ഓവറോൾ മൂഡ് അവരുടെ എത്ര സ്ലീപ്പ് കിട്ടുന്നോ അതനുസരിച്ചുണ്ടാവും. ഇൻ്റർനെറ്റും ChatGPT ഇല്ലെങ്കിൽ നമ്മളൊക്കെ എന്താവുമായിരുന്നു അല്ലേ? പറഞ്ഞു തരാനോ അടുത്തിരുന്ന് ഇതിങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാനോ നമുക്ക് തൊട്ടടുത്ത ആളില്ല. ആദ്യത്തെ പ്രസവമായതുകൊണ്ട് എനിക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അധികം ഞാൻ ഇവന്തോ എനിക്കൊരു ഫ്യൂ മന്ത്സ് എൻ്റെ മമ്മിയുടെ അടുത്ത് പോയി നിൽക്കാനുള്ള ഓപ്ഷൻ കിട്ടിയെങ്കിലും ഒരു ഫുൾ സ്ട്രെച്ച് ഓഫ് മെറ്റേണിറ്റി ഇല്ലായിരുന്നു. സോ വീട്ടിൽ വന്നതോടെ ബാക്ക് ടു വർക്ക് ആൻഡ് കൊച്ചിനെയും വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചിലതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ചു. ഞാൻ മാത്രം ശരി ബാക്കി എല്ലാവരും തെറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടി പഠിച്ചത്, എൻ്റെ തെറ്റുകളിൽ കൂടി ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമ്പോൾ അവരതിനെ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് കുറേ റിസൾട്ട്സ് കിട്ടാറുണ്ട്. സ്പെസിഫിക്കലി പാരൻറ്റിങ്ങിൽ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യേണ്ടത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ച് പറയുന്നതും. ശ്രമിച്ചു നോക്കൂ. മേ ബി എനിക്ക് വർക്കായത് നിങ്ങൾക്ക് വർക്കാവാൻ സാധ്യതയുണ്ട്. ട്രൈ ചെയ്യുന്നതിലൊരു തെറ്റില്ലല്ലോ. പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഫുഡ് അങ്ങനെ ഞാൻ റെഡിയാക്കി. ഇതിനി കൊണ്ടുപോയി കൊടുത്തിട്ട് അടുത്തത് നമ്മളെ ഫുഡ് റെഡിയാക്കാൻ പോവാണ്. എനിക്ക് ഇന്ന് ബ്രെഡ് കഴിക്കാനൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ദോശയാക്കി. എനിക്ക് 3 നേരം ഇത് തന്നാലും ഞാൻ ഹാപ്പി ആയിട്ട് കഴിക്കും. 2 ദോശ 2 മുട്ട പിന്നെ ഏത് കറി ആയാലും സാരമില്ല. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടെ, ഡിന്നറാകട്ടെ, ലഞ്ചാകട്ടെ, ഒന്നുമില്ലെങ്കിൽ 2 ദോശ അങ്ങനെ ഇട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സുഖമായിട്ടിരിക്കും. ഇറ്റ് ടേക്സ് എ വില്ലേജ് എന്ന് പറയും ഒരു കൊച്ചിനെ വളർത്തണമെങ്കിൽ. പക്ഷേ നമ്മൾ നാട് വിട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് ആ വില്ലേജാണ് നഷ്ടപ്പെടുന്നത്. നമുക്കതില്ലാണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ആ ഹെൽപ്പുള്ള സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. പക്ഷേ അതിന് പോലും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പോസ്റ്റ്പാർട്ടം. രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ എണീക്കലെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് എന്ന് പറഞ്ഞത് തീരെയില്ലായിരുന്നു. ബിക്കോസ് നൈറ്റ് ടൈം ഫീഡിങ് ഒക്കെ ഞാനായിരുന്നു തന്നെ നോക്കിയത്. ഹസ്ബൻഡിന് ടൈറ്റ് ജോലിയായിരുന്നു. സോ രാവിലെ 6 മണിക്ക് ഇറങ്ങിപ്പോയാൽ പുള്ളിക്കാരൻ വരാൻ തന്നെ 11:30-12 മണിയാവും. സോ ഞാൻ മാക്സിമം പുള്ളിക്കാരനെ ഉറങ്ങാൻ വിടുമെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്ത് കുറേ ദൂരം പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നൈറ്റ് ടൈം ഷിഫ്റ്റ് എടുക്കാനൊന്നും ഞാൻ പറയില്ല സെപ്പറേറ്റ്ലി. സോ ഫുൾ ടൈം ഞാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുമാവേനെ. സോ തീരെയും ഉറക്കമില്ലാണ്ട് പിന്നെ രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കാനും പിന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ്പാർട്ടം റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നാട്ടിൽ പോകാൻ പറ്റി. ഫൈനലി ഞാൻ പറഞ്ഞു ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് ഇനി പറ്റത്തില്ല, കുറച്ചെങ്കിലും ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഞാൻ കുഞ്ഞിനെ നോക്കാനോ എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് തീരെ ആവത്തില്ല. സോ ഒരു 2-3 മാസം പോയിട്ട് അമ്മയുടെ അടുത്ത് നിന്നു. അപ്പോഴാണ് എനിക്കൊന്ന് ഒരു ബ്രീത് ചെയ്യാൻ പറ്റിയതുപോലെ എനിക്ക് തോന്നിയത്. സോ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എത്ര ലക്കിയാണെന്ന് നിങ്ങൾക്കറിയില്ല. ദാറ്റ് പാരൻസോ ഇല്ലെങ്കിൽ ഫാമിലി കൂടെ ഉള്ളത് തന്നെ, സ്പെഷ്യലി ആഫ്റ്റർ പ്രഗ്നൻസി. സോ ഐ വാണ്ട് ടു ബി പ്രിറ്റി റോ വിത്ത് വാട്ട് ഐ ഷോ ഹിയർ. ആൻഡ് എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കുറേ മീൽ പ്രെപ്സ്, ടോഡ്ലർ മീൽസ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടാവും, എൻ്റെ വർക്ക് ലൈഫ് ആൻഡ് ഹോം ലൈഫ് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഹോം ഡെക്കോർ, ബഡ്ജറ്റ് ഫൈൻസ്, അതിൻ്റെ ഇടയിൽ കൂടി മൈൻഡ് എങ്ങനെ ഹെൽത്തി ആയിട്ട് വെച്ചേക്കാം എന്നുള്ള എൻ്റെ കുറച്ച് ലേണിങ്സും ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. സോ ഇഫ് യു ഫീൽ ലൈക്ക് ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് സ്റ്റോറി, നമുക്ക് ഈ ജേർണി ഒപ്പം സർവൈവ് ചെയ്യാം. സോ പ്ലീസ് ഡു ലൈക്ക്, share and subscribe. Thank you.